ഞാൻ ട്രൈ ചെയ്യണം, എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യണം. എല്ലാവരും കഴിച്ചിട്ട് ആൾക്കൊരു നെഗറ്റീവായിട്ടുള്ള സിംഗിൾ കംപ്ലൈൻറ്റ് ഇല്ലാത്ത നമുക്കൊരു അത് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നില്ല. സൂപ്പർ അത് കേൾക്കുമ്പോഴേ വാഴ വെള്ളം ടൈറ്റാനിക് എന്നുള്ള കമൻസ് കേട്ടിട്ടുള്ള ആളാണ് പേഴ്സണലി ഞാൻ കേട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു കോമ്പിനേഷൻ കൊണ്ടുവപ്പോൾ ഞാൻ ആദ്യം കേട്ട പേരും പറഞ്ഞത് വളരെ ഓപ്പണായിട്ട് ഞാൻ സംസാരിക്കുന്ന ജോമൻ ഷെഫ് എന്ന ഒരാളിനേക്കാൾ കൂടുതൽ ജോമൻ എന്ന വ്യക്തിയോട് ഓക്കെ ആസ് എ പേഴ്സൺ വെരി ഗുഡ് നൈസ് കൈൻഡ് പേഴ്സൺ ആണ്, വളരെ നല്ല മനുഷ്യൻ. എനിക്ക് ഭയങ്കര സന്തോഷം. സീരിയസ്ലി നമുക്ക് കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ പേരാണ് നമുക്ക് ഫെമിലിയർ, ഈ വ്യക്തിയെ നമുക്ക് ഫെമിലിയർ അല്ല, ഫേസ് ഫെമിലിയർ അല്ല. ശരിയാണ് അല്ലേ? നമുക്ക് അതാണ് നമുക്ക് പോയിന്റ്. മാഷ് ഇത്രയും കാലം കുക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും താങ്കൾക്ക് ഏറ്റവും ആസ്വദിച്ച് കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ഏറ്റവും ആൾക്കാർ കഴിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് അപ്രീസിയേഷൻ, അത് സർപ്രൈസ് അപ്രീസിയേഷൻ ഫുഡ് ഉണ്ടായിരുന്നത് സിഗ്നേച്ചർ അതെന്താണ്? അതിനേക്കാളൊക്കെ ഉപരി എന്നെ മറിച്ച് ചിന്തിപ്പിച്ച ഒരു ലൈഫ് ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടന്നത്. ഞങ്ങളുടെ വീട്ടിൽ അപ്പയും അമ്മയൊക്കെ മക്കളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കോ ഒക്കെ ഒരു ആശ്വാസമായി ഫുഡ് കൊടുക്കാറുണ്ട്. ഒരു നേരത്തെ ആഹാരം അതിനിപ്പോൾ ഒരു പൈസ കൊടുത്താൽ മതി, വേണമെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പോയിരുന്ന് കഴിക്കാം, അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ നാടിച്ചിട്ട് ഡാഡിയോട് പറഞ്ഞു എനിക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു അവസരം തരാം, അപ്പോൾ പൈസയും ഞാൻ തന്നെ കൊടുക്കാം, ഇറ്റ്സ് ലൈക്ക് എൻ എക്സ്പീരിയൻസ് ഫോർ മീ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ ചുമ്മാ നിന്ന് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു രസം, അവരെങ്ങനെ ലാസ്റ്റ് കുക്കിംഗ് ചെയ്യുന്നത്, നാട്ടിലെങ്ങനെ കുക്കിംഗ് ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് വാസ് മൈ ക്യൂരിയോസിറ്റി. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷം. ഞാനവിടെ ചെന്നപ്പോൾ അവരാരും ഒരു പണി ചെയ്യുന്നില്ല, വെയിറ്റിംഗ് ഫോർ മീ ടു സ്റ്റാർട്ട്. അവരെല്ലാം കുറേ ചേച്ചിമാരുണ്ട്, മേറ്റ്സായിട്ടുള്ള കുറേ പ്രായമായ ചേച്ചിമാർ, അവർ കുറേ ഉള്ളിയായിരിക്കുന്നു, എല്ലാം ചെയ്തു വെച്ചിരിക്കുക. ഫിലിമി 450 പേരാണ് ഇൻമേറ്റ്സ്. ഞാൻ പേടിച്ചു, ഞാനൊരു 160 പേരെന്ന് വെച്ചാൽ ചെന്നൈ 450 പേരോളം ഇൻമേറ്റ്സ്, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കിഡ്സ്, അമ്മ മക്കൾ ഉപേക്ഷിച്ച അപ്പനമ്മമാർ, വയ്യാത്തവർ, ബെഡ്ഡുടനായിട്ടുള്ളവർ, എല്ലാവരും കൂടി 450 പേര്. യെസ് 450 പേര് ഒരു ഫാമിലി ആണ് നടക്കുന്നത്. വിറകടുപ്പിൽ ഞാൻ ഇന്ന് വരെ കുക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ 450 ഫുഡ് ചെയ്യുമ്പോൾ അത്രയും കിലോ നമ്മൾ എൻ്റെ കിച്ചൺ എൻ്റെ ഗോൾഡാണ്. പക്ഷേ ഐ നോ വാട്ട് തിങ്സ് ആർ. അപ്പം അവിടെ റാഷണൽ ഓവനുണ്ട്, കോമ്പി ഓവനുണ്ട്, അപ്പം ഫ്രയർ. ഇത് നമ്മൾ വിറകടുപ്പ് ഊതി കത്തലം 450 ഫുഡ് ഉണ്ടാക്കണം. ഒരു പരിധി കഴിച്ചപ്പോൾ എനിക്ക് തല കറങ്ങുന്നു. പക്ഷേ ഫുഡ് ഞാൻ ഉണ്ടാക്കി ഒരമ്മച്ചി ഇങ്ങനെ 2 കൈയും തലയിൽ പൊട്ടിച്ചു എനിക്കൊരു ഉമ്മ വന്നിട്ട് പറഞ്ഞു നല്ലതായിരുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കിയത്, നമ്മൾ ഒരു അന്നം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ മനസ്സ് മാത്രം ഉണ്ടായിരുന്നു, അറിയുകയും കൂടെ ചെയ്യണം. ഇപ്പം നിങ്ങൾ വിശന്നിരിക്കുക, നിങ്ങളുടെ കാശില്ല, എൻ്റെ കയ്യിൽ കാശുണ്ട്, 5 രൂപ തരാൻ എനിക്കൊരു മനസ്സ് മാത്രമാണ്. നിങ്ങൾക്ക് എവിടെയും പോയി ഫുഡ് കഴിക്കാം. പക്ഷെ നിങ്ങൾക്ക് 5 രൂപയ്ക്ക് എവിടെയും പോയി സാധനം മേടിച്ചിട്ട് ഞാൻ ഫുഡ് ചെയ്ത് നിങ്ങൾക്ക് തരണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം. ദാറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് അതൊരു വലിയ വലിയ സാധനം. അപ്പം എൻ്റെ കരിയറിൽ എനിക്കുണ്ടായ ഒരു തിരിച്ചറിവും ബോധമാണ്. എൻ്റെ ഈ ജോലി എന്ന് പറയുന്നത് നോട്ട് ഓൺലി ദ ഫെയിം ഓർ നോട്ട് ഓൺലി ദ ഷോസ്, പക്ഷേ ഇതിനകത്തൊരു സാധനം ഒരു ബ്ലെസ്സിങ്. മനസ്സറിയാൻ ആരും കഴിക്കാൻ ആഗ്രഹിച്ച് വരുന്നവരെ യു നോ ദ ബെസ്റ്റ്. അങ്ങനെ ഇപ്പം ട്രൈ ചെയ്യുന്നുണ്ട് കൊടുക്കാൻ. ഒരു ബിരിയാണിയാണ് ബിരിയാണിയാണോ കൂടുതലും ഇഷ്ടം? അങ്ങനെയല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുക്ക് ചെയ്യാൻ സീ ഫുഡാണ്. കഴിക്കാൻ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മുടെ നാടൻ ഫുഡ്, ഒരു മോഡേൺ പ്രസൻറ്റേഷനും മോഡേൺ ഐ സ്റ്റാൻഡ് ഫോർ മൈ കൾച്ചർ വിത്ത് മൈ ഫുഡ്. സീരിയസ്ലി ഇപ്പോൾ ലേഡീസിന് ചാൻസസ് ഉണ്ടോ ഷെഫ് ഫീൽഡിൽ? ബിക്കോസ് അധികം നമ്മൾ ആൾക്കാർ കേൾക്കുന്നില്ല. ഞാനതാണ് ആ കുട്ടിയോട് പറഞ്ഞു, നീ വരയ്ക്കുന്നവർ നോക്കൂ, നീ വരയ്ക്കുന്നവരോട് ബോർഡർ ലൈൻ അപ്പുറം നോബഡി വില ഉണ്ട്. നിനക്ക് സർവൈവ് ചെയ്യേണ്ടതും നിനക്ക് പഠിക്കേണ്ടതും നിൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ്. ലോകത്തുള്ള ഒരുപാട്, അതായത് BBC മാസ്റ്റർ ഷെഫിലെ ഒരു ജഡ്ജ് ലേഡി ഷെഫാണ്. മിഷലിൻ സ്റ്റാറുള്ള ഷെഫ്മാരുണ്ട് UK ലേഡി ഷെഫ്സ് പ്ലേസ്മെൻറ്റ്. ഷീ ഹാൻഡിൽസ് 30 പേരെ ഒരു കിച്ചൺ പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ഷീ ഹാസ് ഗോട്ട് ദാറ്റ് പവർ. അതുകൊണ്ട് ഇതൊരു, പിന്നെ ഈ കേരളത്തിലെ ഏത് വീട് നോക്കിയാൽ അവിടെ അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. സോ അല്ലാതെ ഇത് തന്നെ ഇറ്റ്സ് യുവർ തിങ്, നീ എങ്ങനെ സർവൈവ് ചെയ്യുന്നത്. അതൊക്കെ പറഞ്ഞ് ആ കൊച്ചു ഫോൺ വെച്ച് പോയി. പിന്നെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്തില്ല. അപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു, ഞാൻ പഠിച്ച കോളേജിൽ നിന്ന്. എന്നെ പ്രിൻസിപ്പൽ വിളിച്ചിട്ട് പറഞ്ഞു, ജോമോനെ ഞങ്ങളുടെ ആദ്യത്തെ ബാച്ചിൻ്റെ ഇൻടേക്ക് വരുവാണ്, ആദ്യത്തെ ക്ലാസ് നീ എടുക്കണം.
ദ ഫസ്റ്റ് ക്ലാസ് ഫോർ ദ ഫസ്റ്റ് ബാച്ച്. എന്നെ പഠിപ്പിച്ച സാറന്മാർ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ സൂമിലെടുക്കും. അപ്പോൾ എന്നെ പഠിപ്പിച്ച സാറിന് അവിടെ ഇരിപ്പുണ്ട്, എൻ്റെ പ്രിൻസിപ്പളാണ് അവിടെ ഇരിക്കുന്നത്. എനിക്കത് വലിയ പ്രിവിലേജ്. ഞാൻ പഠിച്ച കോളേജിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സൂമിലാണെങ്കിൽ പോലും എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു അവസരം, അത് ഫസ്റ്റ് ബാച്ചിനെ എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള അവസരം. അപ്പോൾ ഞാൻ അപ്പം അവിടെ 10 മണിക്ക് തുടങ്ങി എനിക്ക് രാവിലെ 4 മണിക്ക് ഇരിക്കണം. 4 മണിക്ക് ഇരുന്നാൽ മാത്രമേ എനിക്ക് 9 മണിക്ക് ആ സോമം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ 2 മണിയാവും. അത് കഴിഞ്ഞ് 4 മണിക്ക് ആ സാധനം അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ കിടക്കാം. 3-5 മണിക്കൂറെങ്കിലും കിടക്കണ്ടേ. രാവിലെ 7 മണിക്ക് കൊച്ചിനെ കൊണ്ടുകൂടെ എണ്ണിക്കാം. ആയിക്കോട്ടെ, കോൾ ഫ്രം ഇന്ത്യ. എനിക്കറിയത്തുണ്ടാകുമ്പോൾ എന്നെ വിളിച്ചത് ആ അമ്മയാണ്. അന്ന് പറഞ്ഞ ആ അമ്മ എന്നോട് പറഞ്ഞത് ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ് എടുത്തപ്പം സ്റ്റുഡൻസും പേരൻസും ഒരുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് ദേ വർ വാച്ചിങ് മീ മൈ കോളേജ്. ഷീ ജോയിൻഡ് ഹോട്ടൽ മാനേജർ. എനിക്കുണ്ടാകുന്ന എൻ്റെ കൂടെ ഒരു ലേഡി ഷെഫ് ഉണ്ടാകും. പുള്ളിക്കാരി പേസ്റ്റ് ഗോപക്കാരി. സ്റ്റിൽ അഡ്മയർ ഹർ വർക്ക്. ഞാനിപ്പോഴും വീട്ടിൽ പറയും പുള്ളിക്കാരിയുടെ ഒരു പേസ്റ്റ് ഇതുപോലെ ഞാൻ പേസ്റ്റ് കണ്ടിട്ടുമില്ല. ഷീ ഈസ് വെരി ടാം കൂൾ, ഷീ ഈസ് വെരി ക്രിയേറ്റീവ്, ഷീ ഈസ് വെരി പെർഫെക്ഷനിസ്റ്റ്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ഷെഫ്മാരോട് ഒരു കാര്യം പറയുമ്പോൾ ഇപ്പം ഒരു ബീഫ് കറിയുടെ റെസിപ്പി നിങ്ങളെ പഠിപ്പിച്ചു, ഇതിങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ കയറിയാലും സമയമില്ലാതെ എന്നൊക്കെ പറയാം, നമുക്ക് ആ റെസിപ്പി എങ്ങനെയും കൂടായിരിക്കും. പക്ഷെ എങ്ങനെയും കൂടെ സെറ്റാണ്, അത് നമ്മുടെ കോൺഫിഡൻസ്. പക്ഷേ എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും എന്തൊക്കെ ബോധരെന്ന് പറഞ്ഞാലും ഷീ വോണ്ട് ഡീവിയേറ്റ് ഫ്രം ദ റെസിപ്പി വാട്ട് ഷീ. അതൊരു ഭയങ്കര ക്വാളിറ്റി. അതിന് നമുക്ക് ഡിസ്റ്റൻസ് പെണ്ണിനത് കാണിച്ചു കൊടുക്കാൻ പറയാം. പക്ഷേ എന്നാലും ഷീ സ്റ്റിൽ സ്റ്റിക്ക് വിത്ത് ദ ക്വാളിറ്റി സെയിം ദാറ്റ് ഇത് എന്നെ ഇങ്ങനെ ഷെഫ് പഠിപ്പിച്ചു. അപ്പോൾ ദാറ്റ് ഈസ് ദ ക്വാളിറ്റി വാട്ട് വി ആർ ഗെറ്റിംഗ്. പിന്നെ ഒരു കിച്ചണിൽ ലേഡി ഷെഫ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു റിതം ചേഞ്ചസ്. ആണുങ്ങൾ മാത്രമുള്ള ഒരു ഡൊമിനേറ്റഡ് വേൾഡിൽ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാർ കായും ചായും മായും ഒക്കെ വരും. പക്ഷേ ദ മൊമെന്റ് മഡോണ വർക്ക് ചെയ്തിട്ടുള്ളത് താഴത്തെ കിച്ചണിലാണ് ബേസിക്. ദ മൊമെന്റ് ഷീ കംസ് ഉണ്ടോ ഒരു ഓട്ടോമാറ്റിക് റെസ്പെക്റ്റിസം ഉണ്ടാകും അവിടെ എല്ലാവരും. ഡോണ്ട് ടോക്ക് മച്ച് എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത അബ്യൂസ് ലാംഗ്വേജസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അതാ വന്നാലും ഷീ വോണ്ട് മൈൻഡ്. പക്ഷെ എന്നാലും ആ ഒരു മൊമെന്റം ഡെക്കോറും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഞാൻ അവളോട് പേഴ്സണൽ സംസാരിക്കാൻ പറയും. ഞാൻ ആദ്യം കേട്ട പേരും ഷെഫ് ജോമൺ. പിന്നെ അടുത്ത കേട്ടത് ഞാൻ നേരിട്ട് 2 ദിവസം സംസാരിച്ചപ്പോൾ മനസ്സിലാണ് ഈ ഷെഫ് ജോമൺ എന്ന് പറഞ്ഞാൽ അടുത്ത് കണക്ട് ചെയ്യുന്ന നമ്മൾ അടുത്തൊരു സെലിബ്രിറ്റിയുടെ പേരാണ്. യു ആർ ഓൾറെഡി സെലിബ്രിറ്റി ഇൻ യുവർ ഷെഫ് സീരിയസ്ലി. ഓക്കെ, പിന്നെ ഇത് ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെഫ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടനായിട്ട് ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ഒരു ജീവിതത്തിൽ അവസരം തന്നു. The whole universe with me to get the 3 hours. അത് പക്ഷേ I won't take the credit. എൻ്റെ ടീം എൻ്റെ കൂടെ നിന്നും എൻ്റെ സർവീസ് ഗൈസ് എൻ്റെ കൂടെ നിന്നും the way I want them to the service. പുള്ളിക്കാരൻ അത്രയും പാമ്പ് ചെയ്യാൻ പറ്റി. എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വന്ന് എൻ്റെ ഈസി റീച്ചബിൾ ഉണ്ടായിരുന്നു. I could prepare a menu for him. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ എനിക്കറിയാം. ഞാൻ പലപ്പോഴും വായിച്ചു കേട്ടിട്ടുണ്ട്. അതനുസരിച്ച് എനിക്ക് മെനു പ്രിപ്പയർ ചെയ്യാൻ പറ്റി. I could get things done. അതങ്ങ് നടന്നു. അത് എനിക്ക് വേണ്ടി വെച്ചിരുന്നതായിട്ട് വരുന്നത് എനിക്കന്ന് ഞാൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലെ അതൊരു കാര്യം താങ്കളുടെ ആയിട്ട് പോയി ചോദിച്ചിട്ടില്ല ഇന്ന ഫുഡ് ഇഷ്ടമാണോ ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാതെ തന്നെയാണ് താങ്കൾക്ക് പറയുന്നത്. അതിനുള്ള അപ്രീസിയേഷൻ എന്തായിരുന്നു? ഫുഡ് ഉണ്ടാക്കി. ഞാൻ ഇന്ന് എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ, എൻ്റെ വൈഫിൻ്റെ കസിൻ സൗദിയിലുള്ളതാണ്. ഇന്ന് ഇവിടെ വന്നത് ഫുഡ് കഴിക്കാൻ വന്നത്. അദ്ദേഹം എനിക്ക് സർപ്രൈസ് ആയിട്ടാണ്. ഞാനവിടെ മെനു ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഷെഫ് ജോമണല്ലേ, ഞാൻ തിരിച്ചു ഞാൻ പേടിച്ചു. ഈ നോക്കും എൻ്റെ അളിയനായിട്ട് വരും. വൈഫിൻ്റെ കസിനാണ്, ഫസ്റ്റ് കസിൻ. ഞാൻ സൗദിയിൽ നിന്ന് നീ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല ഇവിടെ. പക്ഷേ ഇവിടെ ഇരുന്നൊരു ഫോട്ടോ എടുത്ത് അയച്ചു ഉപയോഗം എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് വിളിക്കാതെ ഞാൻ വന്നതാണ്. നല്ല വിളി വിശക്കുന്നു. ഞാനൊരു കാര്യത്തിന് പോയി സക്സസ് ആയിട്ട് വരുവാണ്. കൈ എഴുതാൻ പറഞ്ഞു. ഞാൻ അകത്ത് ഒരു പറഞ്ഞ് ഇന്ന സാധനം ഒരു 3-4 സാധനം ഞാൻ പറഞ്ഞു അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിരുന്നപ്പോൾ ഒരു 4 നാരങ്ങാവളം വന്നു. എന്ന് പറഞ്ഞാൽ ആ ഫുഡ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചില്ല, ഞാനങ്ങ് പറഞ്ഞു. പെട്ടെന്ന് വർത്തമാനങ്ങളും കഴിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതാണ്. നൂൽ പൊറോട്ടയും ബീഫും ഇതൊരു പാൽക്കപ്പയും ഇച്ചിരി കൊഞ്ചും ഒക്കെ ആയിട്ടാണ് കൊടുത്തത്. പുള്ളി എന്നോട് പറഞ്ഞത് ഇതെങ്ങനെ അറിഞ്ഞു ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാനത് കഴിക്കാൻ ആഗ്രഹിച്ച് ഇവിടെ വന്നിരുന്ന സാധനങ്ങളാണ്. അത് പക്ഷേ ഒരു ദൈവം ഇഷ്ടമായിട്ട് നിങ്ങളുടെ പിന്നെ ഈ പാൽക്കപ്പ ബീഫിനെ പോലെ തന്നെ ഒപ്പത്തിനൊപ്പം സെമിനിയർ മറിയിട്ടുന്ന ടേസ്റ്റും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഫുഡാണ് ഈ പാൽക്കപ്പയും കൊഞ്ചും. ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീൻ
ഈ ഷെഫ് ജോമോൺ എന്ന പേര് വരാൻ കാരണം നിങ്ങൾ ജോമോൺ കുര്യാക്കോസിന്റെ തലയുടെ പുറകിൽ, അതായത് ഷെഫ് എന്ന പേര് വരാൻ കാരണം നിങ്ങൾ അത് ആ കോഴ്സ് എടുത്ത് പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആർക്കും അറിയില്ല താങ്കൾ എന്താണ്. ഇപ്പോൾ പപ്പ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പേരാണ് നമുക്ക് എല്ലാവരും പെട്ടെന്ന് ഫെമിലിയർ ആയി. ആ ശരി, ഓക്കെ, കുക്ക്, വെറും കുക്ക് എന്ന് ചിന്തിക്കില്ല. കുക്കും ഷെഫും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതല്ല, എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് അറിയാം? സ്വന്തമായിട്ട് ഇഷ്ടം കൊണ്ട് വന്നാണോ, ഇനി ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ട് വന്നിട്ടാണോ? ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞ സ്റ്റോറിയാണ്. ഷെഫാകാൻ ഒരിക്കലും ഇൻട്രസ്റ്റോടെ വന്നതല്ല, ഫുഡ് ഇൻസ്പയർ. എൻ്റെ ആൻസർ ഷെഫായാൽ ഫുഡ് കഴിക്കുന്നതിന് ഒരു പഞ്ഞം ഉണ്ടാവില്ല എന്നുള്ളൊരു ഒറ്റ കോൺസെപ്റ്റായിരുന്നു 15-ാമത്തെ വയസ്സിൽ എൻ്റെ തലയിലുണ്ടായിരുന്നു. ഈ ജോലിയുടെ മഹത്വമോ ജോലിയുടെ മഹത്വങ്ങളോ ഒന്നും അറിയില്ല. ഒരേ ഒരു കൺസെപ്റ്റ്, ഷെഫായാൽ ഫുഡ് കഴിക്കുന്നത് ഒരു പഞ്ഞം ഉണ്ടാവില്ല. ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന്, അതായത് ഞങ്ങളെ പോലത്തെ, ഞാനിപ്പോൾ ഫുഡ് ലവറാണ്, ഞാൻ ഏത് നാട്ടിൽ പോലും അവിടുത്തെ ഫുഡാണ് കൂടുതൽ ട്രൈ ചെയ്യാറ്. ഇവിടെ യു എ വന്ന സമയത്ത് മാത്രമേ ഞാൻ കുറേ കാലം ഫ്രൈഡ് റൈസ് കഴിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്ത് കിട്ടാൻ കഴിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ നാട്ടിൽ എന്ത് ഫുഡ് ചെയ്യും, അത് ആ നാട്ടിലെ കണ്ടീഷനാണ് കാണിക്കുന്നത്. ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വീട്ടിൽ വയ്ക്കാൻ മടിച്ചിട്ട് പലപ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്യാതറിംഗ് സെലിബ്രേഷൻ്റെ ഭാഗത്ത് നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. അതേ സമയത്ത് നമുക്ക് ഭക്ഷണം വയറ് കഴിച്ച് നമ്മൾ നിറഞ്ഞു ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഷെഫിന് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന സ്ഥാനമുണ്ട്, സന്തോഷം. ഇപ്പം നേരത്തെ താങ്കൾ ഉണ്ടാക്കുന്ന സംഭവം ഞാൻ കഴിച്ചപ്പോൾ ആശ്വാസം, എനിക്ക് ഭയങ്കര ഹാപ്പി വിചാരിക്കും. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഷെഫിൻ്റെ കൈപ്പുണ്യം അതൊരു ബ്ലെസ്സിങ്ങും കൂടെ അല്ല ആക്ച്വലി. കൈപ്പുണ്യം എന്ന് പറയുന്നത് മിത്താണ് എന്നെ സംബന്ധിച്ചു. അമ്മക്ക് കൈപ്പുണ്യം ഉണ്ടാകുന്ന പറഞ്ഞാൽ അമ്മ 13-ാമത്തെ വയസ്സിനോട് ഉണ്ടാക്കി തുടങ്ങിയാണ് ഫുഡ്. ഒരു പാൻ വെക്കുമ്പോൾ ആ പാൻ ചൂടാനെടുക്കുന്ന ടൈം, അതിനകത്ത് എണ്ണ ഒഴിക്കുമ്പോൾ എണ്ണ ചൂടാകാൻ തുടങ്ങുന്ന ടൈം, എപ്പോൾ കടുകണമെന്ന് അമ്മയ്ക്കൊരു അസംഷൻ ഉണ്ട്. നമ്മൾ സ്മോക്ക് പോയിന്റ് എത്തുമ്പോൾ കടുക് അരക്കാട് കൊടുക്കും. പക്ഷേ നമ്മൾ സ്മോക്ക് പോയിന്റ് ഒന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അമ്മയ്ക്കറിയാം ഏത് പോയിന്റിൽ കടുക് അതിനകത്ത് കടുകിട്ട് പൊട്ടാൻ നമ്മൾ നോക്കിയിരിക്കാറില്ലേ, മായോ. പക്ഷെ അത് ആ റൈറ്റ് മൊമെന്റിൽ ഇടുന്നിടത്താണ് കഴിവ്. ഉള്ളി അരിഞ്ഞത് റൈറ്റ് മൊമെന്റിൽ സോത്തയായി വെട്ടായി അത് ബ്രൗണായിടത്താണ് അതിൻ്റെ കഴിവ്. എപ്പോഴാണോ മുളക് പൊടി ആ ഡിഷിനകത്ത് പോകുന്നത്, കറക്റ്റ് സമയം അറിഞ്ഞ് കറക്റ്റ് മൊമെന്റിൽ മുളക് പൊടി അതിനകത്ത് പോയതാണ് അതിൻ്റെ കണക്ക്. സോറി, അത് അറിയുന്നത് എക്സ്പെർട്സ്. അങ്ങനെ എല്ലാ റൈറ്റ് കാര്യങ്ങളും ചേരുമ്പോൾ ഡിഷ് ഓട്ടോമാറ്റിക് നല്ലതാണ്. അപ്പോൾ അതിന് മനസ്സ് വേണം, ക്ഷമ. അത് മനസ്സിലാക്കി ആ ഡിഷ് ഇപ്പോൾ ആ ഉള്ളി പോകുമ്പോൾ ഉള്ളി അറിയണം, ആ ഉള്ളിയിൽ എന്തെല്ലാം വാട്ടർ ഉണ്ട്, എത്രത്തോളം സ്വീറ്റ്നസ് ഉണ്ട്, എത്രത്തോളം ഗ്രാമം ഉണ്ട് ആ ഉള്ളിക്ക്. അതനുസരിച്ച് അതിനുള്ള മുളക് പൊടി കൂട്ടിയും കുറച്ച് വിടാനുള്ള ഒരു സെൻസ് ഉണ്ടാകും. അതിനെ ആയിരിക്കാം ചിലപ്പം കൈപ്പുണ്യം എന്ന് പറയുന്നത്. അത് അമ്മമാർക്കുണ്ടായിരുന്നു. കിട്ടിയതന്നെ പറയണോ എന്നാണ് എന്നെ സംബന്ധിച്ചോളം.